കല്യാണ ഡേറ്റ് ഉറപ്പിക്കാൻ. അമ്മുന്റെ വീട്ടിക്ക് എന്തിനാ കല്യാണ കാര്യം? ചിങ്ങത്തിലേക്ക് നോക്ക. ആ സമയം ഒരു മാസം ഇന്ന ദിവസം കഴിയാവുന്ന. നമുക്ക് അത്രയും ക്ലോസസ്റ്റ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ എന്തായാലും വിളിക്കുന്നതായിരിക്കും. അവിടെ ജാതകം, ജനന സമയം, പിന്നെന്താ. സോ ഗൈസ്, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അമ്മുന്റെ വീട്ടിക്ക് എന്തിനാ കല്യാണ കാര്യം? ഞാൻ നമ്മുടെ മിട്ടുവിന്റെ വീട്ടിക്ക് വന്നിരിക്കുകയാണ് കല്യാണ ഡേറ്റ് ഉറപ്പിക്കാൻ. കാലത്തിറങ്ങിറക്കാം. ചിങ്ങത്തിലേക്ക് നോക്ക. ആ സമയം ഒരു മാസം മുന്നേ നോക്കിയാൽ മതി. ചിങ്ങത്തില് പോയിട്ട് മുഹൂർത്തം നോക്കുക. ഡേറ്റ് നോക്കാം. രണ്ടാളുടെ നാള് കൊടുത്ത മുഹൂർത്തം നോക്കാം. ഏതമ്പലത്തില എവിടെയാ നോക്കണമെന്നുണ്ടെങ്കിൽ അവരോട് കൊടുത്ത അവര് മുഹൂർത്തം കൊടുത്തോണ്ട് തരും. അമ്പലത്തില് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ദിവസം കഴിയാവുന്നത് ഞായറാഴ്ച ആക്കിക്കട്ടെ, ദിവസം വേണ്ട. കാരണം അബിയുടെ കല്യാണം ദിവസമാക്കിയിട്ട് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടില്ല. ഹലോ ഗൈസ്, സോ നമ്മൾ അവിടെ പോയിട്ട് അവസാനം ഫൈനലൈസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഫൈനലൈസ് ഓൾറെഡി നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിങ്ങം ഫസ്റ്റ് വീക്കിൽ തന്നെ നടത്താമെന്നുള്ള രീതിയിൽ. മീൻസ് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാവും. സോ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി നമ്മുടെ ജാതകം, ജനന സമയം, പിന്നെന്താ അതന്നെ ജനന സമയം, നാള്, അതൊക്കെ രണ്ടുപേരുടെ കൊടുത്ത് ജോത്സ്യൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല സമയം, നാള് അത് നോക്കിയിട്ട് നമുക്ക് തരും. സോ അങ്ങനെ നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ചിങ്ങത്തിൽ ഉണ്ടായിരിക്കും നമ്മുടെ കല്യാണം. അതോടുകൂടി ബാംഗ്ലൂർ ലിവിങ് ടുഗദർ ഈസ് ഓവർ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നത്. സോ ഇപ്പോൾ ജനുവരി 2 സോ നെക്സ്റ്റ് വീക്ക് നമ്മൾ ഇതൊക്കെ കൊണ്ട് കൊടുത്ത് നോക്കും എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്നിട്ട് പ്രോപ്പർ ഡേറ്റ് നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞ് നമ്മളെ ഡേറ്റും ഇതിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഒരു 7 മാസം ഉണ്ട്. 7 മാസം എങ്ങനെയായാലും ഉണ്ടാവും. അതിനുള്ളിൽ നമ്മുടെ ചാനൽ സെറ്റ് ആവാൻ നമുക്ക് അത്രയും ക്ലോസസ്റ്റ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ എന്തായാലും വിളിക്കുന്നതായിരിക്കും. സോ എല്ലാവരും വരിക, എൻജോയ് ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. ബൈ.